ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് മീൻമുട്ടി ഡാമിലേക്കാണ്. അതായത് ഞാൻ ജനിച്ചു വളർന്നതിൻ്റെ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഡാം. ഈ ഡാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 4 മീൻമുട്ടികളുണ്ട്. അതിൽ ഒരു മീൻമുട്ടിയാണ് ഇത്. അതായത് നെടുമങ്ങാട് കോർപ്പറേഷനിൽ പാലോട് വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് മീൻമുട്ടി. ഇവിടെ പണ്ട് 2006 EK ബാലൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായ സമയത്ത് ഒരു ഹൈഡൽ ടൂറിസം സെൻറ്ററും 3.5 മെഗാവാട്ട് വരുന്ന ഒരു പവർ ഹൗസും കൂടെ സ്ഥാപിച്ചു. അന്ന് ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുമരകം ബോട്ട് ട്രാജഡിക്ക് ശേഷം ഇത് സീസ് ചെയ്തു. അതായത് ഇവിടുത്തെ ബോട്ടിങ്ങൊക്കെ നിർത്തിവെച്ചു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇത് പിന്നെ റിനോവേഷൻ ചെയ്ത് നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. പക്ഷേ ഈ വ്ളോഗിൽ ഞാൻ അവിടെ പോയി. അപ്പോൾ ശേഷം സ്ക്രീനിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മീൻമുട്ടി ഡാമിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബ്രീഫ് സംഭവങ്ങളൊക്കെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ താഴെ നിൽക്കുകയാണ്. നിങ്ങൾ ആ കാണുന്നതാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം. ഇതിപ്പോൾ പണ്ടൊരു ഡാമും ഒരു പവർ ഹൗസ് മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടിത് ഇപ്പോൾ നല്ല മറ്റേ റെന്യൂവേഷനൊക്കെ ചെയ്ത് ഹൈഡൽ ടൂറിസം സെൻ്ററായിട്ട് ഇപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അതിനുശേഷം ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാനും അകത്ത് കയറാൻ പോവുകയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഇതാണ് ബലിക്കടവ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ ലോവർ മീൻമുട്ടി. അതായത് താഴെ മീൻമുട്ടി ഹൈഡൽ ടൂറിസം സെൻ്ററാണിത്. അപ്പോൾ ഇവിടുത്തെ പാസ് സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പാസ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകാം. അപ്പോൾ അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നീട്ടി ടിക്കറ്റ് എടുത്തോ. ഇതിൽ 20 രൂപ ഉണ്ട് ഇതിൻ്റെ. 20 രൂപയാണ് ഇവിടുത്തെ പാസ്. പിന്നെ ഇവിടെ ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനാണെങ്കിൽ പെഡൽ ബോട്ടൊക്കെ 150 രൂപയാണ്. അപ്പോൾ നല്ല പൈസയൊക്കെ ഉണ്ട് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങൊക്കെ ചെയ്ത് സെറ്റാവാം. ഇതാണ് ഇവിടെയുള്ള സംഭവങ്ങൾ എന്നുള്ളത്. അട്രാക്ഷൻസ്, ലാൻഡ്സ്കേപ്പ്, ഫ്ലവർ ബെഡ്സ്, കിഡ്സ് പ്ലേയിങ് ഏരിയ, എയർഗൺ ഗെയിം, പെഡൽ ബോട്ടിങ്, വാട്ടർ കാസ്കേഡ്, കാഫറ്റീരിയ. എയർഗൺ ഗെയിമിന് 3 ബുള്ളറ്റിന് 20 രൂപയാണ്. എല്ലാം കിട്ടുന്ന സംഭവങ്ങളാണ്. നിങ്ങളിത് ആ കാണുന്ന കേട്ടിട്ടുണ്ട് പവർ ഹൗസ് എന്ന് പറയുന്നത് 3.5 മെഗാവാട്ടാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് അകത്ത് പോവാം. സംഭവം എയർഗൺ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. എടുത്തോ ഗൈസ്, നമ്മളിപ്പോൾ എയർഗൺ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ വീടെടുത്തോ. ഇതാണ് നമ്മൾ എയർഗൺ PSP 120 ബ്രൂട്ടൽ 180 ms. കൊള്ളാം, പോലീസ്. അതുകൊണ്ട് ആ കാണുന്ന വെല്ലുണ്ട് ഞാൻ അടിച്ച് പൊട്ടിക്കേണ്ടത്. ഒരു ടാർഗറ്റ് മിസ്സായി. നമുക്കവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു ടാർഗറ്റ് 3 ബുള്ളറ്റ്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു ബുള്ളറ്റ് പോയി. എനിക്കിനി 2 ചാൻസ് കൂടെ ഉള്ളൂ. ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് സാധനം പോയി തിരിച്ചെടുക്കാൻ പറ്റുമോ? ചെറിയ വെള്ളം എങ്ങോട്ടാ? ഇത് തമ്മിലായിട്ട് എടുക്കുന്നത്. Do not aim humans and birds and animals. വെടിവെക്കൂല. എവിടെയാടാ അടിക്കുന്നത്? എടാ ഞാൻ കറക്റ്റ് കൊണ്ട് വെച്ച്. അപ്പം 3 ബുള്ളറ്റ് 3 മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്കൊരു കുറച്ചൊന്ന് ഓക്കെ ഓക്കെ. പവർ ഹൗസ് അതാണ് സംഭവം. ഇവിടെ വന്ന് പവർ ഹൗസ് വിസിറ്റ് ഉണ്ട്. അത് താഴെയായിട്ടാണെന്ന് തോന്നുന്നു. പവർ ഹൗസ് വിസിറ്റൊക്കെ ഇവിടെ ഉള്ള സ്ഥലമാണ്. എയർ ഗൺ ഗെയിം, 3 ബുള്ളറ്റ്സ്. എന്ത് താറാവ് കണ്ടുപോടുന്ന ബൈ. ഓ ആണ്ട് അപ്പുറത്താണ്. അത് പൊള്ളും, എന്തായാലും പൊള്ളും. ഇതാണ് ഇതാ പെഡൽ ബോട്ട്. ഇതിന് ഒന്നിന് 100 രൂപ, അല്ല 150 രൂപ. ഈ ഒരു ബോട്ടിന് 150 രൂപയാണ് ചാർജ് പറഞ്ഞത്.
ബോട്ടിംഗ് പ്ലേസൊക്കെ അങ്ങോട്ടാണ്. ഇപ്പോൾ ഇവിടെ 2 ബോട്ട് കാണാം, ഒന്നിവിടെ ഉണ്ട്. ഇതാണ് കിഡ്സ് പ്ലേസ് പാർക്കിംഗ് ഏരിയ. ഇത് കണ്ടപ്പോൾ തൊട്ടടുത്തന്നെ പോയില്ല, തറയിൽ പോയി ഞാൻ വീഡിയോ എടുക്കാം, ബീറോ എടുക്കാം ഇരിക്കണം. ഞാനും റെസ്റ്റ്. അപ്പോൾ ഈ ഡാമിൻ്റെ ഹിസ്റ്ററി പറയാനാണെങ്കിൽ എനിക്കറിയത്തില്ല. ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ എന്തായാലും ഇൻട്രോയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് എടാ ഇപ്പം തിരുവനന്തപുരത്ത് എത്ര മീൻമുട്ടിയുണ്ട്? 4 ഉണ്ട്. അതിലൊന്നാണിത്. ഇതെനിക്ക് ഈ മീൻമുട്ടി എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള പ്ലേസിലുള്ള കുറച്ച് ആൾക്കാർ, അതായത് ഈ ഒരു പാലോട് വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന ആൾക്കാർക്ക്, പിന്നെ പുറത്തുനിന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർക്കും, പിന്നെ ഈ KCB-കാർക്കും മാത്രമേ ഇങ്ങനെ ഒരു മീൻമുട്ടി ഡാം ഇവിടെ ഉണ്ടെന്നും അവിടെ ഇത് ഹൈഡൽ ടൂറിസ്റ്റ് സെൻ്റർ ആക്കിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇത് അടച്ചിട്ടേക്കായിരുന്നു. ഡാം മാത്രം ഉണ്ടായിട്ട് അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ അതിന് ശേഷം ഇത് റീഓപ്പൺ ചെയ്തിട്ട് 1-2 വർഷമാവും ഏകദേശം. അപ്പോഴാണ് ഇത് റീഓപ്പൺ ചെയ്തത്. അതാണ് ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി. ഇപ്പം എന്തായാലും ഞാനിവിടെ അപ്പോൾ അവിടെ നിർത്താടാ. അവിടെ നിർത്താം. ഡാമിൻ്റെ ഓക്കെ. ഡാം ഡാം ബീറോളിൽ കാണിക്കൂടാ, ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഈ ചുറ്റിക്കാണിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇതൊന്ന് കൃത്യമായിട്ട് ചുരുക്കി ഒരു ബീറോൾ വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ബീറോൾ വീഡിയോ കണ്ടിട്ടാ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. വേറെ ഇത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 150 എഞ്ചിൻ ബോട്ടോ, ഞാൻ കണ്ട എഞ്ചിൻ ബോട്ടോ എന്ന് പറയുന്നത് ഒരാൾക്ക് 8 പേർക്ക് ഒരു സമയം പോവാം. 8 പേർക്കായാലും ഒരേ പേർക്കായാലും ഒരു ട്രിപ്പിന് 500 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പെഡൽ ബോട്ടാണെങ്കിൽ ഒരു സമയം 2 പേർക്ക് പോവാം, അതിൽ 150 രൂപയുള്ളൂ. ഇപ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ പെഡൽ ബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപയായിട്ട് വന്നെങ്കിൽ സെറ്റായിട്ട് ഇവിടെ നല്ല കിടിലായിട്ട് നിങ്ങൾ തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ട് ഇനി ബാക്കി ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ കാണുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ പോയിട്ട് ഞാൻ ബാക്കി എടുക്കാം. ഓക്കെ. സോ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. ഇന്ന് 4-ാം തീയതിയാണ് ഈ ഔട്ടർ എടുക്കുന്നത്. ആ വീഡിയോ ഷൂട്ട് ഇന്നലെയാണ് 3-ാം തീയതി. അപ്പോൾ ഇന്നായപ്പോഴത്തേക്കും നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 5 മാസം തികയാണ്. ആഗസ്റ്റ് 4, 2020 ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്, ഫസ്റ്റ് വീഡിയോ ഇടുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരാളെയും കൂടെ നമ്മളെ ചാനലോട്ട് സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാം. ഇപ്പോൾ നമുക്ക് 66 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും 40 വ്യൂസ് കിട്ടും. നിങ്ങൾ കാണുന്ന ഒരാൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് 100 സബ്സ്ക്രൈബർ അടിക്കാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. അയ്യോ, അടുത്തടുത്ത് അന്നു നീ സെൻഡ് ചെയ്തല്ലേ എനിക്കറിയാം. നീ സെൻഡ് ചെയ്തല്ലേ എനിക്കറിയാം. ചെറുക്കൻ്റെ കാര്യം
ഇതൊക്കെ നമ്മളെ കോളേജിലുള്ള ആൾക്കാരെ കാണുന്നതോടെ അലകണം നീ. എൻ്റെ ഫോൺ ലെഫ്റ്റ് റൈറ്റ് ഗിയർ ടൈം എന്തിനാണ്?